പുരോഗമന വാചകമടികൾ നടത്തുന്ന CPM സ്ത്രീകളോട് ബഹുമാനമില്ലാത്തവരും അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വളർച്ചയിൽ ഭയക്കുന്നവരുമാണ്. മിടുക്കരായ വനിതാ പ്രവർത്തകരെ ഒതുക്കി ഒരു മൂലക്കിരുത്തുന്നത് CPM ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വൃന്ദ കാരാട്ട്. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പേരിൽ പുറത്തിറങ്ങാൻ പോകുന്ന തന്റെ ഓർമ്മക്കുറിപ്പിലൂടെയാണ് വൃന്ദ കാരാട്ട് തുറന്നു പറച്ചിൽ നടത്തിയത്. ദേശീയ തലത്തിൽ തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാതെ തന്നെ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചുവെന്നാണ് വൃന്ദ കാരാട്ട് വിമർശിച്ചത്. എന്നാൽ പിന്നീട് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചാണ് വാർത്തകൾ പുറത്തു വന്നതെന്ന് ഇപ്പോൾ വൃന്ദ കാരാട്ട് പറയുന്നുണ്ടെങ്കിലും CPMന് സ്ത്രീകളോടുള്ള അവഗണന പരസ്യമായ കാര്യം തന്നെ. കാലങ്ങൾ പിറകിലേക്ക് പോവുകയാണെങ്കിൽ KR ഗൗരിയമ്മയും സുശീല ഗോപാലനും KK ശൈലജയും ഒക്കെ നേരിട്ട അവഗണനകളുടെ കഥകൾ കൂടി പറയേണ്ടി വരും. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളമൊട്ടാകെ അലയടിക്കുകയും മുഴങ്ങിക്കേൾക്കുകയും ചെയ്ത മുദ്രാവാക്യമാണ് കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം. ഗൗരിയമ്മയെ മുൻനിർത്തി പാർട്ടി നടത്തിയ പ്രചരണം വിജയം കാണുകയും ചെയ്തിരുന്നു. അധികാരം കിട്ടിയപ്പോൾ CPM അവരെ നിരുപാധികം തഴഞ്ഞു. പാർട്ടിയിൽ തുടർന്നാൽ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് EMS അടക്കം ഭയപ്പെട്ടിരുന്നു. 1987 തിരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്ന് വിജയിച്ച ഗൗരിയമ്മയെ മാറ്റി നിർത്തി EK നായനാർ അന്ന് മുഖ്യമന്ത്രിയായി. ഗൗരിയമ്മയെ പോലെ ശക്തയും ജനങ്ങളോട് ആഴത്തിൽ ബന്ധം പുലർത്തുകയും ചെയ്ത ഒരു സ്ത്രീക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തത് വളരെ തന്ത്രപരമായിട്ടായിരുന്നു. EMSഉം നായനാരും ഒക്കെ തുടങ്ങിവെച്ച നീക്കങ്ങളെ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഗൗരിയമ്മ ചെറുത്തുനിന്നു. ഒടുവിൽ ഗൗരിയമ്മ അഴിമതിക്കാരിയാണെന്ന് ഒരു ആശങ്കയുമില്ലാതെ ആരോപിക്കപ്പെട്ടു. അങ്ങനെ ഗൗരിയമ്മയുടെ ഇടതുപക്ഷ ജീവിതത്തിന് വിള്ളലുകൾ വീണു. ഗൗരിയമ്മയെ പുറത്താക്കിയ ശേഷം EMS പറഞ്ഞത് ഒരാളും അവരോടൊപ്പം പോവില്ലെന്നാണ്. പക്ഷേ പാർട്ടിയുടെ ഭാഗമല്ലാതിരുന്നവർ പോലും ഗൗരിയമ്മയോടൊപ്പം പോയി. പിന്നീട് അവർ UDF മന്ത്രിസഭയുടെ ഭാഗമായി. അവിടെയും അവർ പ്രഗത്ഭയായ മന്ത്രി എന്ന സ്ഥാനം അലങ്കരിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി പദവി സുശീല ഗോപാലിന് നഷ്ടപ്പെടുത്തിയത് CPM തന്നെയാണ്. എക്കാലത്തെയും മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായ AK ഗോപാലന്റെ ഭാര്യയും 3 തവണ ലോകസഭാംഗവുമായ സുശീല ഗോപാലനെ EK നായനാരെ മുൻനിർത്തി തന്നെയാണ് വീഴ്ത്തിയതും. 1996 തിരഞ്ഞെടുപ്പിൽ 1965 വോട്ടുകൾക്ക് കോൺഗ്രസിലെ PJ ഫ്രാൻസിസിനോട് VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടപ്പോൾ സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ CI2 വിഭാഗം തീരുമാനിച്ചു. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാം അട്ടിമറിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന നായനാരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് VSനെ അനുകൂലിക്കുന്നവർ ആവശ്യമുയർത്തി. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 2 വോട്ടുകൾക്ക് സുശീല ഗോപാലൻ പരാജയപ്പെട്ടു. VSഉം നായനാരും ചേർന്ന് നടത്തിയ കളിയിൽ സുശീല ഗോപാലിന് അടിതെറ്റുകയായിരുന്നു. നായനാർ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് നൽകി സുശീല ഗോപാലിനെ അവർ ഒതുക്കി. അങ്ങനെ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ചരിത്രത്തിലേക്ക് നടന്നു കയറേണ്ട 2 വനിതാ നേതാക്കളെ തന്ത്രപൂർവ്വം വീഴ്ത്തിയ പാരമ്പര്യമുണ്ട് CPMന്. ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയിലും ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയായിരുന്നു. അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജയെ മനസ്സിൽ കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. 2020 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് 2ാമത് മുഖ്യമന്ത്രിയാകുന്നതിൽ നിന്ന് വെല്ലുവിളിയായി നിന്ന KK ശൈലജയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ CPMൽ നിന്ന് തന്നെ ശ്രമങ്ങൾ നടന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശൈലജയെ മന്ത്രിസഭയിൽ പോലും ഉൾപ്പെടുത്താൻ പാർട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനവർ കണ്ടെത്തിയ കാരണം പുതിയ മന്ത്രിസഭയിൽ പിണറായി വിജയൻ ഒഴികെ മറ്റെല്ലാവരും പുതുമുഖങ്ങളായിരിക്കണമെന്നായിരുന്നു. പിണറായി വിജയനും പാർട്ടിയിലെ മറ്റ് പുരുഷ കേസരികൾക്കും മുകളിൽ ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ KK ശൈലജയെ, മികച്ച ആരോഗ്യമന്ത്രിയെന്ന് എക്കാലവും സ്മരിക്കപ്പെടുന്ന KK ശൈലജയെ അങ്ങനെ വിദഗ്ധമായി ഒഴിവാക്കി. സ്ത്രീ പുരുഷ സമത്വത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനുമൊക്കെ വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന് പറയുന്ന CPMഉം അതിന്റെ തലപ്പത്തിരിക്കുന്നവരും ഒരു സ്ത്രീ പാർട്ടിയുടെ തലപ്പത്ത് വരുന്നതോ അല്ലെങ്കിൽ തങ്ങളെക്കാൾ വളരുന്നു എന്ന് തോന്നിയാൽ വെട്ടിമാറ്റുന്നതൊന്നും പുതുമയുള്ള കാര്യമല്ല.